ഓക്കെ. ഇപ്പൊ നമ്മള് മൃദുല പ്ലേസ്ഡ് അല്ലെങ്കിൽ ഇന്റേൺഷിപ്പ് ചെയ്യുന്ന കമ്പനിയുടെ പേരെന്താ? അഗിമ അഗിമ കെയർ പ്രൈവറ്റ് ലിമിറ്റഡ്, അതില് പ്രാക്ടീസ് ഫിൽ എന്ന് പറഞ്ഞ പ്രാക്ടീസ് കമ്പനി. ബിൽ അല്ലേ? പിന്നെ ഒരു ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് ഈ ഒരു മെഡിക്കൽ കോഡിംഗ് എന്നുള്ള ഒരു കോഴ്സ് എടുക്കാൻ കാരണം? ജസ്റ്റ് മെഡിക്കൽ ഫീൽഡിൽ ഏതെങ്കിലും ഒരു ഓപ്പർച്യൂണിറ്റി നോക്കണമെന്നായിരുന്നു. അപ്പോഴാണ് അവോധയുടെ ഒരു ആഡ് ഇൻസ്റ്റഗ്രാമിൽ കണ്ട്, അങ്ങനെയാണ് അതിന്റെ കാര്യങ്ങൾ അന്ന് ഷെറിൻ എന്ന് പറഞ്ഞിട്ട് ഒരു അവരെന്നെ ഹെൽപ്പ് ചെയ്തത്. അങ്ങനെയാണ് അതിലേക്ക് അക്കാദമിക് ട്രാൻസാക്ഷൻ. കൺസൾട്ടന്റ് ആയിരുന്നു അല്ല? യെസ്. ഓക്കെ. അപ്പോ അല്ല ബി എ അല്ലേ പഠിച്ചത്? അപ്പൊ ഇത് യെസ് രണ്ടും അത്. എൻറ്റയർലി ഡിഫറെന്റ് ഫീൽഡ് ആണോ? ഓക്കെ, അത് നോർമലി വരുന്ന ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ ഞാൻ ബി എ കഴിഞ്ഞിട്ട് വേറൊന്നും ചെയ്തില്ലായിരുന്നു. പി ജി നോക്കാമെന്ന് വിചാരിച്ചിരുന്ന സമയത്താണ് ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി വന്നത്. അപ്പം ഷോർട്ട് ടേമിൽ നമുക്കൊരു കോഴ്സ് പഠിച്ചിട്ട് ജോബ് കിട്ടുന്ന ഒരു ഇതാണെന്ന് കേട്ടപ്പോ അതുകൊണ്ട് അതിലേക്ക് വന്നതാണ്. അതുകൊണ്ട് വന്നതാണ്. അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു പഠിക്കുന്ന ടൈമിൽ? കോഴ്സ് എനിക്ക് റെക്കോർഡ് ഓക്കെ ക്ലാസ്സസ് ആയിരുന്നു. ആയിരുന്നു? യെസ്, റെക്കോർഡഡ് ക്ലാസ്സസ് ആയിരുന്നു. എനിക്ക് ഓക്കെ ആയിരുന്നു. ഓക്കെ ക്ലാസ്സസ് ആയിരുന്നു. ഒക്കെ ഷുവർ ആയിട്ട് മനസ്സിലാവുന്നുണ്ടായിരുന്നു. അപ്പൊ ഈ ക്ലാസ്സിൽ ഇപ്പൊ എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ വരില്ലേ? അപ്പൊ അങ്ങനെ ടോട്ടേഴ്സിനോട് ക്ലിയർ ചെയ്യാൻ? ഞാൻ ക്ലിയർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ലൈവ് സെക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞിരുന്നു, പക്ഷെ എനിക്ക് ഡൗട്ട് അങ്ങനെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ അത് യൂസ് ചെയ്തിട്ടില്ല ഇതുവരെ. ഓക്കെ. ഡൗട്ട് ഒന്നും അങ്ങനെ വന്നിട്ടില്ല എന്നാണ് പറയുന്നത് അല്ലെ? ഇല്ല, എനിക്ക് അങ്ങനെ വന്നിട്ടില്ല. അതുകൊണ്ട് ഞാൻ കയറിയിട്ടില്ല ലൈവ് സെക്ഷനിൽ.